മൈ ഡിയർ കല്യാണി, എൻ്റെ കല്യാണിക്കുട്ടി. സുധിച്ചേട്ടൻ നിങ്ങളുടെ ആ സെയിം സമയത്ത് ഇങ്ങനെ സുധിച്ചേട്ടനുമായിട്ട് ഓർത്തിരിക്കുന്ന എന്തെങ്കിലും? സുധിച്ചേട്ടൻ വിളിച്ചു, എങ്ങോട്ടാ? അല്ല, കഴിക്കാൻ വേണ്ടി പോവാ. വാടാ മോനെ, വാ, ഇവിടെ ഇരിക്കും. ഞാൻ ഫസ്റ്റ് ഷോട്ടിന് വേണ്ടിയിട്ട് തോണിയിലേക്ക് കയറുമ്പോൾ നെടുമുടി വേണിച്ചേട്ടനാണ് കൈ സിനിമയിലെ നമ്മൾ ആദ്യത്തെ പ്രതിഫലം. അതെങ്ങനെയാ അതിന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ വന്ന് കയറിയപ്പോഴുള്ള അതെനിക്ക് ബൈ ക്യാഷ് ആയിട്ട് അപ്പൊ അത് നല്ലൊരു. അത് എത്ര ഉണ്ടായിരുന്നു എമൗണ്ട്? അത് എനിക്ക് തോന്നുന്നൊരു ആദ്യത്തെ ശമ്പളമായിട്ട് ഞാൻ ചോദിച്ചേട്ടാ. അല്ല, സ്വാഭാവികമായിട്ട് ഈ ഒരു ഫീൽഡിന്റെ ഒരു പ്രത്യേകത ചവിട്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട അവസരങ്ങൾ തട്ടിമാറ്റപ്പെടുക എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സിനിമ മോഹിച്ച് നടക്കുന്നവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഇവിടെ ചില നമ്മൾ പറഞ്ഞു വെച്ച പറഞ്ഞ് ഡേറ്റ്, എൻ്റെ കോസ്റ്റ്യൂമിന്റെ അളവ് വരെ എടുത്തിട്ട് പോയ സിനിമകളുണ്ട്. എന്നിട്ട് പിന്നെ ഇവര് സമയമായിട്ടും വിളിക്കാതെ ആകുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങോട്ട് വിളിക്കും. അപ്പൊ ചേട്ടാ അത് പിന്നെ അത് ഒരു പ്രശ്നമുണ്ട്, അത് വേറൊരാളെയാണ് കാസ്റ്റ് ചെയ്തത്, അത് നിങ്ങളെ എന്തോ ശരിയായില്ല എന്ന് തോന്നുന്നു. പിന്നീട് ഇതിന്റെ പിന്നാമ്പുറം അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ അറിയാം അത് സിനിമയിൽ എല്ലാവരും ചാൻസ് അല്ലേ ചോദിക്കുക. ഞാൻ കാല് പിടിക്കുക. ഞാനിങ്ങനെ ഒരുപാട് ആളുകളെ വിളിച്ച് ചാൻസ് ചോദിക്കും, സിനിമയിൽ എന്തെങ്കിലും വേഷം ഉണ്ടാവുമോ? അങ്ങനെ വേഷം നിങ്ങളൊക്കെ എങ്ങനെയാ? അപ്പം നിങ്ങൾക്ക് പറ്റിയൊരു പരിപാടി വരട്ടെ, അല്ലാതെ നിങ്ങളൊന്നും വെറുതെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ലല്ലോ. ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ഒരാളെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ആ പടത്തിൽ ഇന്ന ക്യാരക്ടർ ചെയ്ത ആളാണ്, എനിക്ക് പേയ്മെന്റ് ഇതുവരെ വന്നില്ലായിരുന്നു. അത് നിങ്ങൾക്ക് പേയ്മെന്റ് തരണ്ടെന്നാണ് പറഞ്ഞത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്. എനിക്ക് ഈ യൂസ്ഡ് കാർസിന്റെ സെയിൽസ് ഉള്ളതുകൊണ്ടാണ് അത്തായും അമ്മായും അച്ഛനും അമ്മയും ഒന്നും പറയാതെ. അല്ലെങ്കിൽ ഈ ഫീൽഡിൽ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഭാവി കളയല്ലേ അല്ലേ? എല്ലാവരും അങ്ങനെ. എന്നാൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ടേഴ്സ് ഇല്ല, കൺഗ്രാചുലേഷൻ പറയാൻ ഇഷ്ടം പറഞ്ഞില്ലേ, നീ രസപ്പെടുമെന്ന് അറ്റണം കൊടുക്കാൻ തോന്നല്ലേ? എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീ കേറി വരൂടാ, അന്നേ പറഞ്ഞല്ലേ. ആടാ ഓക്കെ കേട്ടോ, കാണാം. ആ കണ്ടീഷൻ അവസ്ഥയാണ് ഈ ഒരു ഫീൽഡിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെ ഞാൻ ജോലിയൊക്കെ ഒഴിവാക്കി പോയി എന്ന് പറഞ്ഞപ്പോ വൈഫൊന്നും സപ്പോർട്ട് ചെയ്തു. നിങ്ങളെ ആഗ്രഹം എന്താണോ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാൻ നമുക്ക് വല്യ അങ്ങനെ ഇറങ്ങി തിരിച്ചു. ചിലപ്പോ അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും ഒക്കെ ആയിരിക്കാം നമ്മൾ ആ ഷോയുടെ ഫൈനലിൽ വരെ പോയി. കാര്യം വെറും കോഴിക്കോട് ഭാഷ മാത്രം പറയുന്ന ഒരു ടീമായിരുന്നു. അപ്പൊ തന്നെ ആ ഒരു ചിന്ത അവിടൊക്കെ പറഞ്ഞ പല ദിക്കുന്നും വരുന്ന ആളുകളാണ്, മാത്രം പറയുന്നുള്ളൂ. പക്ഷെ എന്തുകൊണ്ടോ അന്ന് ചെയ്ത ഭാഗ്യത്തിന്റെ ദൈവം കൂടെ നിന്ന ഒരു ക്ലിക്കായി. തീർച്ചയായും. അപ്പൊ അവിടുത്തെ കുറെ അനുഭവങ്ങളുണ്ട്. അതൊന്ന് സിദ്ദീഖ് മരിച്ചു. അയ്യോ അതെ. സിദ്ദീഖാനൊക്കെ എങ്ങനെയാണ്? സിദ്ദീഖാടെ ഓർക്കുന്ന എന്തെങ്കിലും? അയ്യോ ഭയങ്കര. നമ്മളിപ്പോ നമ്മളെ ടീമിനോട് ഒരു പ്രത്യേക, നമ്മളെ ഈ സ്ലാങ്ങിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് സിറാജ് ഖാനോട് ഒരു ഇഷ്ടം എന്താ വെച്ചാല് സൈനുദ്ദീന്റെ ഒരു ഫിഗർ ഉള്ള ആളായിരുന്നു. പുള്ളിക്ക് ആ ഒരു സെന്റിമെന്റ്സ് സിറാജ് ഖാൻ, അപ്പൊ ആ ഒരു സ്നേഹം നമ്മളോട് എല്ലാരോടും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊരു സ്കിറ്റ് കഴിഞ്ഞാലും പുള്ളി അതിന്റെ നമ്മൾ അങ്ങനെ അത് ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ അത് നന്നായിരുന്നു, ഇത് നന്നായിരുന്നു, നമ്മളെ കുറവുകളും പ്ലസുകളൊക്കെ പറഞ്ഞു തരുന്നത് ഭയങ്കര നല്ലൊരു ടീമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവരെല്ലാം ആ ഒരു ജഡ്ജിങ് പാനലായ അടിപൊളിയായിരുന്നു. അതുപോലെ ഉർവശി ചേച്ചി ഉണ്ടായിരുന്നു. ഉർവശി ചേച്ചി മുഹൂർത്തങ്ങളുണ്ടോ? ഉർവശി ചേച്ചി പറഞ്ഞ പോലെ നമ്മളെ സ്കിറ്റുകൾക്കൊക്കെ നല്ല, അതായത് നമ്മളൊക്കെ ഇഷ്ടത്തോടു കൂടെ കാണുന്ന. അതുപോലെ ഉർവശി ചേച്ചി ഉപദേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നും അല്ലെ? നമുക്കും തോന്നുമല്ലോ. കാരണം എന്താന്നറിയോ, വേഴ്സറ്റൈൽ ആക്ട്രസാ. കോമഡിയും ചെയ്യും, എന്നാൽ ക്യാരക്ടർ റോൾ ചെയ്യണേ ക്യാരക്ടർ റോൾ ചെയ്യും. അതൊരു
ഇന്ത്യ കണ്ട സിറുന്ത നടിയെന്ന എന്താ കമൽഹാസൻ ഈ അടുത്തെന്ന് പറഞ്ഞത്. ഇന്ത്യയിൽ ഇല്ലാന്ന് ഇത്ര നല്ലൊരു നടി വേറെ ഇല്ലാന്ന് പറഞ്ഞാണ്. പിന്നെ അന്നത്തെ ഒരു ഗ്രൂമിങ് സെക്ഷൻ അടിപൊളിയാണ്. രതീഷേട്ടൻ ഉണ്ടായിരുന്നു കാരക്കാട്, പിന്നെ അതുപോലെ ഒരു അനൂപേട്ടൻ, ഇവരൊക്കെ ആയിരുന്നു അതിന്റെ ഗ്രൂമിങ് സെക്ഷൻ കൈകാര്യം. അപ്പൊ നല്ല ടഫായിട്ടുള്ള ഗ്രൂമിങ് ആയിരുന്നു. പക്ഷെ അത് നമുക്ക് സ്റ്റേജിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. അപ്പൊ അവരിൽ നിന്നും പിന്നെ നിങ്ങളുടെ ഈ 5 പേരിൽ നിന്നും പെട്ടെന്ന് സിനിമയിലേക്ക് കയറി ക്ലിക്കായ ആളാണ് ഹരീഷ് ചേട്ടൻ. ഹരീഷ് ചേട്ടനുമായിട്ട് എന്താണ് ഓർത്തിരിക്കുന്നത്? ഹരീഷേട്ടനേക്കാൾ നിർമ്മലാണ് സിനിമ. അതെ, അതിൽ നിന്ന് സിനിമയിലേക്ക് പോയി. എനിക്ക് അതിൽ നിന്ന് ഏതോ എനിക്ക് തോന്നുന്നത് പക്രുച്ചേട്ടൻ സംവിധാനം ചെയ്തവർ അല്ലേ? അല്ലെ, കുട്ടിയങ്കോലോട്ടല്ലേ? ഞാൻ ഓർത്തിരിക്കുന്ന എന്റെ തല കണ്ട ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന ഞാൻ കണ്ടിന്യൂസ് കാണുന്ന പ്രോഗ്രാം ആയിരുന്നു. എന്റെ അച്ഛനും അമ്മച്ചും എല്ലാരും കൂടി ഇരുന്ന് വൻ വിജയമായ പ്രോഗ്രാം. അതുപോലെ കോമഡി ഫെസ്റ്റിവലിൽ കോമഡി സ്റ്റാർസ് ഒക്കെ ഒരേ സമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം രണ്ടും ഞങ്ങൾ ഇരുന്ന് കാണും. കാരണം നമ്മളെ എല്ലാവരും ഫാമിലിയുടെ സാധനം ഇന്നും കണ്ടോ, ഇന്നും ഇതുപോലത്തെ ഒരു കോമഡി പ്രോഗ്രാം ഇപ്പൊ ഇല്ല. കോമഡി പ്രോഗ്രാമിന് ഇന്നും സ്കോപ്പ് ഉണ്ട്. വേറൊരു സംഭവം എന്താണെന്നറിയോ, അന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ കുറെ ആഴ്ചയിൽ ഒരു 2 ദിവസം ഒക്കെയാണ് അന്ന് കോമഡി പ്രോഗ്രാമുകൾ സ്കിറ്റുകളൊക്കെ വന്നത്. പിന്നെ വരെയായിരുന്നു അന്ന് ഫോൺ ഇത്ര സുലഭമല്ല. ഫോൺ ഇത്ര സുലഭമല്ല. കയ്യിൽ ഇത് വന്നതിന് ശേഷമാണ് ഇന്റർനെറ്റ് ഇത്രയും സുലഭമായി കഴിഞ്ഞാൽ. അതാണ് ഇപ്പൊ പറഞ്ഞാൽ ഡെയിലി എന്ന് പറഞ്ഞ പോലെ എല്ലാ ചാനലുകളിലും ഈ ടി വി വരുന്ന സാധനം തന്നെ ഇതിലേക്ക് വരിക. അതെ. അപ്പൊ ഫോണിൽ കണ്ടാൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പിന്നെ കോമഡി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കോമഡി പെർഫോം ചെയ്യുന്നത് ഭയങ്കര പ്രഷർ അനുഭവിക്കുന്നുണ്ട്. കാര്യം ഇത് ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ ഒരു തവണ പറഞ്ഞ് കേട്ട് ചിരിച്ച തമാശ വീണ്ടും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എപ്പോഴും ഫ്രഷ് സാധനങ്ങൾ വേണം. ഇതിപ്പോ നമ്മളൊരു ഫാക്ടറിയിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഡെയിലി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക് ഉള്ള. മുമ്പൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറെ കാത്തിരുന്നിട്ട് കിട്ടുന്ന ഒരു തമാശക്ക് വാല്യൂ ഉണ്ട്. പിന്നെ അല്ല ഇതുമല്ല, ഇപ്പം എല്ലാം ഈ ഫോണിൽ കിട്ടുന്നോണ്ട് ഇതെല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതാണ് കൂകും ഇപ്പൊ സത്യം. അല്ല, ആ ഒരു കാരണം ലാഗ് എന്ന് പറയുന്ന ഒരു സാധനം ആളുകൾക്ക് ഇപ്പം പറ്റില്ല. ആ കണ്ടീഷനായി സെക്കൻഡുകൾക്കുള്ളിൽ ചിരിപ്പിക്കുക, പോവുക, അടുത്ത ആള് കയറുക എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ ഒരു വിരൽ കൊണ്ട് നീക്കാവുന്ന സംവിധാനം വന്നോടുകൂടെ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നെക്സ്റ്റ് അടുത്തിലേക്ക് പോകുന്ന ഒരു സംവിധാനം വന്നല്ലോ. അപ്പൊ അല്ല, ചോദിച്ചാൽ ഉത്തരം പറയുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ ചോദിക്കാം. ഇപ്പൊ ഹരീഷ് ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് അഭിപ്രായങ്ങളൊന്നും പറയണമെങ്കിൽ പോലും അതിന്റെ സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലെ ഒരു പ്രേക്ഷകനായിട്ടാണ് ഞാനിത് അറിയുന്നത്. എനിക്ക് അറിയുന്നത് അത്രേ ഉള്ളൂ. കാര്യം അല്ല, പേഴ്സണലി ഇപ്പൊ അത്ര കണക്ഷൻസ് ഇല്ല. അല്ല, ഈ നമ്മൾ ഇപ്പോൾ ഉള്ള പണ്ടത്തുണ്ടായിരുന്ന ടീമുമായിട്ട് പ്രശ്നമില്ല. കണക്ഷൻസ് ഡെയിലി വിളിക്കുകയോ ഈ സാമ്പത്തിക കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളല്ല, അതൊന്നും അങ്ങനെ ഷെയർ ചെയ്തോളന്നില്ലല്ലോ. അപ്പൊ ഞാനും ഈ ചാനലിലൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ വിളിച്ചോ, എന്നിട്ട് അതിന് ശേഷം വിളിച്ചായിരുന്നു. എന്താ പറയുന്നത് ഹരീഷേട്ടൻ? എന്താ പറയുന്നത്? പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇപ്പം അങ്ങനെ ഒരു സംഭവം അല്ല, അത് പുള്ളി അവര് എഗ്രി ചെയ്തല്ലോ, ഉണ്ടെന്നുള്ളത് അംഗീകരിച്ചു. പിന്നെ അതിനിപ്പം ഒരു ഭാഗത്തു നിന്ന് മാത്രമല്ല വന്നിട്ടുള്ളൂ. അതെ. പുള്ളി പറയുമെന്നാ പറയുന്നത്. അതായത് റേച്ചൽ ഇറങ്ങിയതിന് ശേഷം ബാക്കി പ്രതികരിക്കാന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാനും ഒരു പ്രേക്ഷകനെ പോലെ അപ്പം ഈ എന്താ നിർമ്മൽ പാലായി ചേട്ടൻ ആദ്യം സിനിമയിലേക്ക് പോയി. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഒരു വ്യക്തിനെ അടുത്ത് പിന്നെ വേണമെന്നുള്ള രീതിയിൽ ആരെയോ പിന്നീട് ടീമിലേക്ക് ഉൾപ്പെടുത്തുമല്ലേ ഇത് കുറച്ച് നാളത്തേക്ക്? എന്തോ അല്ല, ആ സമയത്ത് തന്നെ നമ്മളെ കൂടെ പിന്നെ കബീർക്ക ഉണ്ട്. കബീർക്ക് ആരോ ഒരാൾ ജോയിൻ ചെയ്തല്ലേ? തുടക്കം മുതലേ ഉണ്ട് ഞങ്ങൾ. അപ്പൊ എന്താ ഹരീഷ് ചേട്ടൻ അപ്പോ എന്താ പിന്നീടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ തന്നെയാ സപ്തമശ്രീ ഒരുമിച്ച് കുഴി കുഴിച്ച് കക്കൂസിന്റെ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന സാധനം. സപ്തമശ്രീക്ക് മുമ്പേ ഞാൻ നോർത്ത് 24 കാതം എന്ന് പറയുന്ന സിനിമ, അതാണ് എന്റെ ഫസ്റ്റ് സിനിമയിലേക്കുള്ള എൻട്രി. ആദ്യത്തെ പടം അനിൽ രാധാകൃഷ്ണൻ, നമ്മളൊരു ഗോഡ് ഫാദർ ആണ് സിനിമയിലെ. അപ്പൊ പക്ഷെ പുള്ളിനെ തീർത്തു കളഞ്ഞു കേട്ടോ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷെ നല്ല കഴിവുള്ള നല്ല ടാലന്റ് ഉള്ള ഒന്നാന്തര സംവിധാനമായിരുന്നു. ബിനീഷ് ബാസ്റ്റിന്റെ വരുമല്ലേ, നല്ലൊരു ചിത്രത്തിലൂടെ വരും. ബിനീഷ് ബാസ്റ്റിന്റെ ഒരൊറ്റ ആ ഒരു പടം കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം ഒന്നാന്തര 24 കാതം, അതുപോലെ സപ്തമശ്രീ, പിന്നെ മറ്റേ ലോർഡ് ലിവിങ്സ്റ്റൺ, ദിവാഞ്ചി മൂലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ലോർഡ് ലിവിങ്സ്റ്റൺ വരെ അടിപൊളി കിണ്ണം കാഴ്ച സാധനങ്ങളായിരുന്നു. ലോർഡ് ലിവിങ്സ്റ്റൺ ഒന്നും ആ സമയത്ത് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത എന്നെ രസമാണ് അത് കണ്ടോണ്ടിരിക്കാൻ. എന്ത് നല്ല രീതിയിൽ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് വരും, തിരിച്ചു വരും അല്ലേ? തീർച്ചയായിട്ടും. ഏതായാലും ഇപ്പൊ പടം പ്ലാനിലുണ്ടോ പുള്ളിയുടെ? ഇപ്പൊ ഞാൻ പുള്ളിക്ക് പറ്റിപ്പോയെന്ന് വെച്ചാൽ പുള്ളീനെ സത്യം പറഞ്ഞാൽ ജാതിയുടെ ഒരു താറടിച്ചു വിട്ടു.
അതാണ് പുള്ളി ഒരു മേനോൻ, അതെ, ബിനീഷ് ബാസിന് ഒരു താഴ്ന്ന ജാതിക്കാരൻ എന്നുള്ള രീതിയിൽ അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറ്റി വിട്ടുപോയി. അതാണ്. അവിടെയാണ് അവിടെയാണ് പിന്നെ ഒരു സിനിമ കിട്ടുന്ന സാഹചര്യം വരാതെ വന്നു പുള്ളി. വരാതെ വന്നു. അപ്പോഴേക്കും ആളുകളുടെ ഇടയിൽ നെഗറ്റീവ് ആയി. പുള്ളിയുടെ പടമാണെ കാണുന്നില്ല. ദിവാഞ്ചിമുല വിജയിച്ചില്ല, വലിയ രീതിയിൽ ക്ലിക്ക്. ദിവാഞ്ചിമലൊക്കെ ആ ഇഷ്യൂനൊക്കെ മുമ്പേ ഇറങ്ങിയ പടം. അതെ, അതിന് മുമ്പ് ഇറങ്ങിയ പടം അല്ലേ. അതിനുശേഷം പിന്നീട് പടം ചെയ്യാൻ പറ്റിയിട്ട് നല്ല കഴിവുള്ള ഒരു സംവിധാനം, നല്ല പ്ലാനിങ്ങിലാണ്. പുതിയ നല്ലൊരു സാധനം തന്നെ പടയ്ക്കാനുള്ള പരിപാടിയാ. അതെ. അങ്ങനെ അപ്പം അനിയേട്ടനാണ് നമ്മളെ ഈ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനു മുമ്പ് നിർമ്മലാണ് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്. നിർമ്മല തന്നെയാ നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ അനിയേട്ടനെ ഞാൻ പോയി കണ്ടു. പോയി കണ്ട സമയത്ത് കോഴിക്കോട് സ്പാൻ ഹോട്ടലിലായിരുന്നു അന്ന്. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ അന്ന് സാഗരേട്ടൻ. അപ്പൊ സാഗരേട്ടനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പോയി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഏതാ ക്യാരക്ടർ. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു തോണിക്കാരന്റെ സംഭവമാണ് ചെയ്യേണ്ടത് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അയ്യോ അത് ശരിയാവും തോന്നില്ലല്ലോ. അപ്പൊ ഞാൻ എന്താ അല്ല, അത് കുറച്ച് പ്രായമുള്ള ക്യാരക്ടർ ആയിരിക്കണം, നല്ല ഏജ് ഉള്ള ഒരു ക്യാരക്ടർ, ഒരു 70-70 വയസ്സുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അത് ശരിയാവും തോന്നില്ല. അപ്പൊ അപ്പുറേക്ക് നമ്മളെ മനസ്സിൽ പൊട്ടിലിടൊക്കെ പോയി ഇതും കിട്ടിയില്ല, തിരിച്ചിറങ്ങുമ്പോൾ പുള്ളി ഒരു കാര്യം എന്തായാലും വന്ന സ്ഥിതിക്ക് ഡയറക്ടറെ കണ്ടിട്ട് പോയിക്കോന്നു. അങ്ങനെ ഞാൻ പിന്നെ നേരെ പോയി അനിയേട്ടൻ്റെ റൂമിൽ ചെന്ന്. അപ്പം എന്തോടോ ഇയാള് മറ്റേ പട്ടാളക്കാരനായിട്ട് ചെയ്യുന്ന ആളല്ലേ. അപ്പൊ ഞാൻ ഇതിലെ തോണിക്കാരൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു പറഞ്ഞത്. അപ്പൊ അത് ഇങ്ങനെ ഏജിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഒഴിവായി പോയി. അതൊന്നും കുഴപ്പമില്ല, ഏജ് ആക്കാൻ ഇവിടെ മേക്കപ്പ് സംവിധാനങ്ങളൊക്കെ അല്ലേ, അത് താൻ ചെയ്തോ. സമാധാനം. എന്നോട് വെച്ച് നീന്തൽ അറിയില്ലേന്ന് വെച്ചു. സത്യം പറഞ്ഞ നീന്തൽ അറിയാന്ന് പറഞ്ഞു. അതറിയാം, കുഴപ്പമൊന്നുമില്ല. നല്ല ഒഴുക്കുള്ള പുഴയായിരിക്കും, പിന്നെ വെള്ളത്തിൽ അടിയിലേക്ക് ചാടേണ്ടി വരും, ശ്രദ്ധിക്കണം. അടിയിൽ നിന്ന് പിന്നെ ഇറങ്ങിയിട്ട് പൊളി വാരിയിട്ടും കയറ്റി വിടണം. അതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞത്. ചെയ്യില്ലെന്ന് വെച്ച് ഞാൻ എന്തും ചെയ്യും. ആ സമയത്ത് ഒരു അവസരം കിട്ടിയാൽ മതി അല്ലെ, അതാണ് അവസ്ഥ. അതും തന്നെ പുള്ളി മനസ്സിലേക്ക് നീന്തൽ അറിയില്ല. എന്നോട് പറഞ്ഞ അത്രയൊന്നും അങ്ങനത്തെ സംഭവം ഇല്ല, ചെറിയ രീതിയിൽ കാലൊക്കെ എത്തുന്നിടത്തായിരിക്കും തോണിക്കാരനായിട്ടുള്ളൊരു പരിപാടിയുള്ളൂ. അത് ഭയങ്കര ലൈഫിൽ കിട്ടിയ വലിയൊരു ബ്ലസ്സിങ് സീനാണ്. കാര്യം നെടുമുടി വേണുചേട്ടൻ, ഫഹദ് ഫാസിൽ, മറ്റേ നമ്മളെ സ്വാതി റെഡ്ഡി, ഇവര് 3 പേരും എന്റെ തോണിയിൽ യാത്ര ചെയ്യുന്ന ആളുകളായിട്ട് വരുന്നു. ഞാൻ ഫസ്റ്റ് ഷോട്ടിന് വേണ്ടിയിട്ട് തോണിയിലേക്ക് കയറുമ്പോ നെടുമുടി വേണുചേട്ടനാണ് കൈ അത് ലെജൻഡ് ലെജൻഡാണ് മലയാളത്തിലെ. അത് ഇന്നും നമുക്ക് അത്രയും വില മതിക്കാതെ കാണുന്നുണ്ടാവും അല്ലേ. അതൊരു ഭയങ്കര ഫഹദ് ഫാസിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ, എന്തെങ്കിലും സംസാരിക്കോ? ഞാനൊക്കെ ഇങ്ങനെ കിടുകിട വിറച്ചിരിക്കല്ലേ. ആദ്യത്തെ സിനിമ കയ്യിൽ പാളി പോയത്. അതാണ് അവസ്ഥ. പക്ഷെ ആള് ഭയങ്കര കൂളായിരുന്നു, നമ്മളെ കേട്ട് ഭയങ്കര സംസാരിച്ച്. എനിക്ക് സത്യം പറഞ്ഞാൽ മിണ്ടാൻ പോലും പേടിയാണ്, എന്താ പറയണ്ടേ. പുള്ളി ഇങ്ങോട്ട് പേരൊക്കെ ചോദിച്ചു, അപ്പൊ തന്നെ നമ്മളൊന്ന് കൂളായി. കുറച്ചല്ലേ അധികം സംസാരിക്കും. ഞാനന്ന് അന്നീ റസൂൽ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ട് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊക്കെ കുറെ ഇങ്ങനെ സംസാരിച്ചു. പിന്നെ ആമേൻ അതിനെ പറ്റി കുറച്ച് സംസാരിക്കുള്ളൂ. ആള് സംസാരിക്കുന്ന വളരെ കുറച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കും. പിന്നെ അവസാനം മെയിൻ അതാ. നമ്പർ 1 അല്ലേ ആക്ടിങ്ങിൽ നമ്പർ 1. ആരെയാ ഏറ്റവും ഇഷ്ടം യുവനടന്മാരില്? ഒരുപാട് ആളുകളുണ്ട്, എങ്കിൽ പോലും വൺ ഓഫ് ദി മോസ്റ്റ് ലവബിൾ ഫഹദ്. എല്ലാവർക്കും ഫഹദ്ക്കാണ്. ആക്ടിങ്ങിൽ പുള്ളിന് വല്ല വേറെ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. DQ അതേപോലെ DQ ഫാനാണ്. അതാണ് അത് എല്ലാരും ഫാൻ, എല്ലാവരും ഫാൻ. പക്ഷെ ആക്ടിങ് ബേസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ ഫാഫ തന്നെയാണ് അല്ലെ നമ്മൾ. അതിനുശേഷമാണ് പിന്നെ സപ്തമശ്രീ എന്ന് പറഞ്ഞ പടം ചെയ്യുന്നത്.
അതും അനുചേട്ടൻ തന്നെ അല്ലേ? അനിയേട്ടൻ തന്നെ. വിളിച്ചായിരിക്കും ഇത് വലിയ കുഴപ്പമില്ല നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട് വിളിച്ചു. നല്ല ചെറിയൊരു വരൂ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. പേയ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ പേയ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സിനിമയിലെ നമ്മൾ ആദ്യത്തെ പ്രതിഫലം. അതെങ്ങനെയാ അതിന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞത്? അക്കൗണ്ടിൽ വന്ന് കേറിയപ്പോൾ അതെനിക്ക് ബൈ ക്യാഷ് ആയിട്ട്. അപ്പൊ അത് നല്ലൊരു അത് എത്ര ഉണ്ടായിരുന്നു എമൗണ്ട്? അത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ശമ്പളമായിട്ട് ഞാൻ ചോദിച്ചാ 5000 രൂപ. ഓ അത് പോരെ. നമുക്ക് ആദ്യത്തെ ഒരു അവസരവും 5000 രൂപ. 50,000 5 ലക്ഷത്തിന് 5 കോടി. അപ്പൊ അതാണ് ആദ്യത്തെ സിനിമയിലെ ആദ്യത്തെ പ്രതിഫലം. അതെ. അതിനുശേഷം സപ്തമശ്രീ വന്നു. സപ്തമശ്രീയിലെ ആ പൃഥ്വിരാജ് കേട്ട് നേരിട്ട് കാണാനുള്ള ഒരു കിട്ടില്ല. അത് ഞങ്ങളത് സെപ്പറേറ്റ് വേറെ പാരലലി പോകുന്ന ഒരു ശരിയാ കഥാപാത്രങ്ങളാണ്. അതും ചെറിയ ആ ഒരു കുഴിക്കകത്ത് ഇരിക്കുന്ന റോഡേ ഉള്ളൂ. അതെ, സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും അങ്ങനെ ഒരു. പിന്നെ ആ സിനിമയുടെ ഒരു ടേക്ക് ഓഫ് ആണ്. അതുകൊണ്ട് നല്ലപോലെ ഓർക്കുന്നുണ്ട്. പിന്നെ അതില് അന്ന് നമ്മുടെ LJP ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ലിജോ ജോസ് പല്ലിശ്ശേരി. അതിനകത്തൊരു പള്ളിയിലച്ചൻ. പിന്നെ ആസിഫ് അലി അതില് വേറൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത് ബിഗ്ഗസ്റ്റ് കാസ്റ്റ് ഉള്ള പടമല്ലേ? അതെ. 7 പേര് അവര് 7 പേരല്ലായിരുന്നു. ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഞങ്ങൾക്ക്. കാരണം ആ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് നമ്മളാണ്. ഒരു ടേക്ക് ഓഫ് അല്ലേ കയ്യിൽ പോകും. അതെ. അപ്പൊ ദൈവം സഹായിച്ച അത് വളരെ ഭംഗിയായിട്ട് പോയി. പിന്നെ അങ്ങനെ കുറെ സിനിമകൾ വന്നു ചെറുതും വലുതും ചെയ്തതായിട്ട് ഇങ്ങനെ കുറെ പരിപാടികൾ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ പോകാതിരിക്കാൻ പറ്റിയല്ലോ സുധിച്ചേട്ടൻ നിങ്ങളുടെ സെയിം സമയത്ത്. ഇങ്ങനെ സുധിച്ചേട്ടനായിട്ട് ഓർത്തിരിക്കുന്ന എന്തെങ്കിലും? അയ്യോ, സുധിച്ചേട്ടനായിട്ട് നമുക്ക് അതായത് ഞങ്ങളൊക്കെ ഏകദേശം ഒരേ ഏരിയയിലാണല്ലോ താമസം. തീർച്ചയായിട്ടും. അപ്പം ഒരു ദിവസം ഇതേപോലെ ഞാനും നിർമ്മലാണോ വേറെ വരുന്ന ഞങ്ങളിങ്ങനെ വരാന്തെ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സുധിച്ചേട്ടൻ്റെ റൂം തുറന്നു കിടക്കുക. അപ്പൊ സുധിച്ചേട്ടൻ ഉണ്ട് അവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു പരിപാടിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്താടാ സുധിച്ചേട്ടൻ വിളിച്ചു, എങ്ങോട്ടാ? അല്ല കഴിക്കാൻ വേണ്ടി പോവാ. വാടാ മോനെ, വാ ഇവിടെ അങ്ങനെ കൊറേയേറെ വർത്തമാനം. സുധിച്ചേട്ടന്റെ ഇച്ചിരി എന്തെങ്കിലും പുള്ളിയുടെ രൂപം മനസ്സിലുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ വായിക്കടാ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. നിങ്ങൾ കഴിച്ചായിരുന്നോ? ഇല്ല. എന്നാ കഴിക്കടാ എടാ. അപ്പൊ അല്ല ഞങ്ങൾ പോയി കഴിക്കാൻ പോവാ. കുഴപ്പമില്ലടാ സുധിച്ചേട്ടാ, എടാ നമ്മൾ ഒരുമിച്ച് കഴിക്കടാ. വേറെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച്. സത്യം പറഞ്ഞാൽ പുള്ളി കഴിച്ചില്ല, ഞങ്ങൾ രണ്ടാളിരുന്ന് കഴിച്ച് കഴിച്ചപ്പോഴാണ് പറയുന്നത് ഫുഡ് തീർന്നു പോയി. പുള്ളിക്കില്ല ഫുഡ്. എടാ സുധിച്ചേട്ടന് ഫുഡില്ലടാ, കുഴപ്പമില്ലടാ. അതെ ആ ഒരു ശരിയാട്ടോ. അങ്ങനെ ആ ഒരു സംസാരം പല്ലിന്റെ ഒരു അതെ, പുള്ളി കഴിക്കേണ്ട കൂടെ ഞങ്ങളെ തീറ്റിച്ചിട്ട് അവസാനം മൂപ്പർക്ക് ഫുഡില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. അയ്യോ പാവം. വേറെ എന്തെങ്കിലും എത്രയോ വർഷങ്ങളായിട്ട് ഉള്ള എനിക്ക് അതിനകത്ത് കോമഡി ആ ഫെസ്റ്റിവലിൽ എനിക്ക് പുള്ളിയോട് ഓർക്കുന്ന ഏതാണ് ഇഞ്ചി മിഠായി, ഇടി കിട്ടിയിട്ടുള്ള ഇഞ്ചി മിഠായി സാധനമല്ലേ, അതാണ് എനിക്ക് എന്റെ ഹൈലൈറ്റ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പുള്ളിയുടെ ആ സാധനം ഇടി കിട്ടിയിട്ട് കറങ്ങുന്ന നിന്ന്. സത്യം അന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പ്രാക്ടീസ് സെക്ഷനില് ബാക്കി എല്ലാവരും തലകുത്തി മറന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന 2 ടീമുകളാണ്. ഒന്ന് ഞങ്ങളും ഒന്ന് അവരുടെ ടീം. കാര്യം എല്ലാരും ഒരു ഏകദേശം ഊഹം വെച്ച് പിന്നെ സ്റ്റേജിൽ അടിയാണ്, കയ്യിൽ നിന്നിട്ടുള്ള കളിയാണ്. പിന്നെ അതല്ലേ അവിടെ ക്ലിക്കാക്കി വിടുക, ആളെ കുറിച്ച് ഒരു സാധനം ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചു വെച്ച് ചെയ്യുന്നത് നമുക്കെന്തോ അങ്ങനെ ഒരു സുഖാവാത്ത കൊണ്ട് തന്നെ നമ്മള് സ്പോട്ടിൽ വരുന്ന സാധനങ്ങൾ ചിലപ്പം അപ്പൊ സ്റ്റേജിലിട്ട സാധനങ്ങളൊക്കെ ആയിരിക്കും. അത് അതിന്റെ മറുപടി വേറൊരാള് പറയും. അങ്ങനെ ആ സമയത്ത് ക്ലിക്കായി പോകുന്ന ഞങ്ങള് പിന്നെ കല്ലായി സക്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങളൊരു കല്യാണ വീട്. അപ്പൊ ഇതില് ഞാൻ ക്ലൈമാക്സിൽ കിണറിലേക്ക് വീഴുന്നതാണ്. സക്രിയ എന്ന് പറയുന്ന നാട്ടിൽ അലമ്പ് കളിച്ചിടക്കുന്ന ഒരു ചങ്ങായി. അപ്പൊ വേറൊരുത്തന്റെ പെങ്ങളെ കല്യാണത്തിന് വന്ന് അലമ്പ് കളിച്ച് ഡാൻസ് കളിച്ച് കിണറിൽ വീണു വന്നതാണ്. അപ്പൊ പന്തൽ പണിക്കാരനായിട്ട് സിറാജ് ഖാന്റെ ക്യാരക്ടറാണ്. അപ്പൊ സിറാജ് ഖാൻ ഞാൻ കിണറിൽ വീണപ്പം സിറാജ് ഖാൻ പറയാ, എടാ എനക്ക് അത് തന്നെ വേണടാ, എന്റെ മുള കൊണ്ടുപോയി കട്ട് വിക്കലല്ല എന്റെ പണി, എനക്ക് അങ്ങനെ തന്നെ വേണം. എന്റെയും
എന്റെ മോളേന്റെ കുട്ടികളെ ശാപം ഉണ്ടാവുന്നു. അപ്പൊ സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു സാധനം, മോളേന്റെ കുട്ടികളെ ശാപം. ഏത് മോള? എന്റെ മോളെ പുള്ളി ഉദ്ദേശിച്ച മുളയാണ്. അല്ല, മോളുടെയും കുട്ടിയുടെയും ശാപം പുള്ളി പറഞ്ഞത്. അവിടെ പിടിച്ചു മോള, മോളേന്റെ കുട്ടികളെ ശാപം. അങ്ങനെ കുറെ കൈ നിട്ട് വിടുന്ന സാധനങ്ങളല്ലേ, അതൊക്കെ ക്ലിക്കാവുകയും ചെയ്യും, അതൊക്കെ കൈയടി വീടുകയും ചെയ്യും. അങ്ങനെയാ ചില സമയത്ത് നമുക്ക് മറ്റേ ലോട്ടറി അടിക്കാന്ന് പറയുന്ന പോലെ. സത്യം സത്യം സത്യം. അങ്ങനെ എന്നിട്ട് അപ്പം അല്ല ഞാൻ ചോദിക്കുന്നത്, സുധിച്ചേട്ടനുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യും അങ്ങനെ എന്തെങ്കിലുമൊക്കെ? യാത്രയല്ല, നമ്മൾ പിന്നെ അതിനുശേഷം ഫെസ്റ്റിവലിന് ശേഷം പിന്നെ പ്രോഗ്രാമുകൾക്കൊക്കെ പോകുന്ന സമയത്ത് സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കൊക്കെ അവരുടെ ലെവലും മാറി നമ്മളെ. പുള്ളി അവര് എനിക്ക് തോന്നുന്നു അതിനുശേഷമായിരിക്കും സ്റ്റാർ മാജിക് അത് ഇത് കാര്യങ്ങളിലേക്കൊക്കെ. 18-ല്ല പിന്നെ അതിന് ശേഷമല്ലേ, ഒരുപാട് ശേഷം. നിങ്ങളുടെ ഇത് എനിക്ക് തോന്നുന്നു 13 അപ്പൊ ആകെ 2 വർഷം കൊണ്ട് ഉള്ളായിരുന്നു അല്ലെ? 2 വർഷം കൊണ്ട് സീസൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നല്ല നിങ്ങളെ പോലത്തെ സ്റ്റാർസിനെ കിട്ടിയില്ല, അതാണ് പരാജയം. അതുകൊണ്ടാണ് അല്ല ഇപ്പോഴും ചിരിപ്പിക്കാന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും ഇതുപോലത്തെ കോമഡി പ്രോഗ്രാമുകൾ വരാത്ത. പിന്നീട് ബമ്പർ കോമഡി, അതുപോലെ ഈ നമ്മുടെ മഴ മനോരമ തന്നെ മറ്റൊരു പ്രോഗ്രാം ഉണ്ടല്ലോ ഇപ്പം, നമ്മുടെ കാർത്തിക് സൂര്യൊക്കെ ചെയ്യുന്ന പ്രോഗ്രാം ബമ്പർച്ചേരി. അത് അതിലൊക്കെ 1-2 ആൾക്കാരൊക്കെ അതിന്റെ വന്നിട്ടുണ്ടല്ലോ അല്ലെ? ഞാൻ വന്നിട്ടുണ്ട്. പിന്നെന്താ പറയാ, ഒരുപാട് കഴിവുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റ്. പക്ഷെ എന്താ പറയാ, ഒരു ടീമായിട്ട് ഇപ്പൊ ഇല്ല എന്നുള്ളതാണ്. കഴിവുള്ള ആളുകൾ പല വഴിക്കാണ്, പക്ഷെ ഒരു ടീമായിട്ട് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഈ ആളുകൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ മുമ്പത്തെ പോലെ തന്നെ ഭയങ്കര രസകരമായിട്ട്. അതുപോലെ തന്നെ ഈ സുചേട്ടനായിട്ട് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, ഈ രേണു സുധി ഇപ്പോ കാണുന്നുണ്ടായിരിക്കുമല്ലോ, എല്ലായിടത്തും നിറഞ്ഞിരിക്കുക. എനിക്കും പേഴ്സണലി നല്ല അറിയാവുന്ന വ്യക്തിത്വമാണ്. അതിൻ്റെ ഈ ഇത്രത്തോളം ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോഴും ഇടയ്ക്കൊന്ന് കുറഞ്ഞിരുന്നു, ബിഗ് ബോസിലൊക്കെ പോയപ്പോൾ ഒന്ന് കുറഞ്ഞു, പിന്നെ ഇപ്പം വീണ്ടും ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താണ് അതിൻ്റെ ഒരു നിലപാട്? അല്ല, അതിന്റെ ആവശ്യമുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇവരുടെ വീഡിയോസിനടിയിൽ വരുന്ന കമന്റ്സ് ഒക്കെ വരും, ഞാൻ അല്ലെങ്കിൽ എന്തിനാ ആളുകൾ ഇത്രമാത്രം ഇതിൽ ഇറിറ്റേറ്റഡ് ആവേണ്ട കാര്യം? ലൈഫ് ജീവിക്കണ്ടല്ലേ, മരിച്ചു പോകാൻ പറ്റിയല്ലോ. അത് നേരെ മറിച്ച് അവരൊരു ഇതിലൊന്നും വരാതെ ഒരു ലോട്ടറി കച്ചവടം നടത്തി ജീവിച്ചിരുന്നെങ്കിൽ ആളുകളൊക്കെ സമാധാനം. പാവം ജീവിക്കുന്നു, പാവം അങ്ങനെ പോയി. നേരെ മറിച്ച് അവർ ഇങ്ങനെ ഒരു ഫെയിമിലേക്ക് വന്നത് പിടിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ ആവശ്യം. എന്താണ്? അതെ അവരവരുടെ ജീവിതം ജീവിക്കട്ടെ. എന്താണ് അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. എന്താണ് അതല്ലേ, അതാണ് സാധനം. അത് പക്ഷേ അത് മലയാളികളുടെ ഒരു, എനിക്ക് തോന്നുന്ന ഒരു സ്വത്വമാണെന്ന് എനിക്ക് തോന്നുന്നത്. സ്വഭാവമായിരിക്കാന്നല്ല, ആണ് അതിന്റെ യാഥാർത്ഥ്യം. മാറ്റിയെടുക്കേണ്ട, മാറ്റപ്പെടേണ്ട സാധനമാണ്. ഈ സ്ത്രീ വിധവയായി കഴിഞ്ഞാൽ അടങ്ങി ഒടുങ്ങി വീട്ടിൽ ഇരിക്കണം, വേറൊന്നും ചെയ്യരുത്, പൊതുജനങ്ങളിലേക്ക് ഇറങ്ങരുത് എന്നൊക്കെ ചിന്തിക്കുന്ന മൂട ചിന്താഗതി, അതൊക്കെ എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ചു. ഇല്ലെങ്കിൽ മൂടി വെക്കപ്പെടണം. അപ്പോ പിന്നീട് എന്താ സിനിമയിലേക്ക് സജീവമായി ഇപ്പോഴും അടിപൊളിയായിട്ട് കുടുംബസമേതം ഈ സിനിമ ജീവിതവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് തന്നെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഭാഗ്യം എന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്യാൻ പറ്റി. ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പൊ ഇനി ലേറ്റസ്റ്റ് ഞാൻ ഏതാണ് ഇനി വരാനുള്ള? സഹോദരനോടൊപ്പം അഭിനയിച്ച സിനിമ ഡെർബി. അവൻ എന്താ ചെയ്യുന്ന റോൾ? എനിക്ക് തോന്നുന്നു ക്യാമ്പസിലെ ഒരു ക്യാരക്ടറാണ്. മെയിൻ നടനാരാ? അത് നമ്മളെ അമീൻ, പിന്നെ നമ്മുടെ വ്ലോഗ് ചെയ്യുന്ന അമീൻ. വ്ലോഗ് ചെയ്യുന്ന അമീൻ. വാഴയില പിള്ളേരും ആ ടീമുകളും എല്ലാം കൂടി ഉള്ള ഷൈൻ ചേട്ടനുണ്ട്. ഷൈൻ ചേട്ടന്റെ അടിനാശം വെള്ളപ്പൊക്കം ഇപ്പൊ ഉടനെ ഇറങ്ങുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ പ്രൊഫസർ ആയിട്ടാ, കോളേജ് കഥ. അതും അടിനാശം ഞാനത് ചെയ്ത് ഇവിടെ ഇന്റർവ്യൂ ചെയ്തായിരുന്നു. അടിനാശം വെള്ളപ്പൊക്കം അതും ഇതുപോലത്തെ തന്നെ കഥകളാണ്. അത് ഞാനിപ്പോ ചോദിക്കുകയും ചെയ്തായിരുന്നു, എനിക്ക് 10-45 വയസ്സില്ല മനുഷ്യ, ഇപ്പഴും ഈ കോളേജ് ഞാൻ പ്രൊഫസറാടാ, ഒരു സംസാരം ഉണ്ടല്ലോ, പ്രൊഫസറാടാ പോടാ ആ ഒരു മൂടാ. എങ്ങനെ കോമ്പിനേഷൻ ഉണ്ട്? എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി വേറെ ലെവലാണ്. അടക്കി തീരെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഒരു പാവം മനുഷ്യനാണ്. ഞങ്ങള് ഷൂട്ടിന്റെ ഡൗൺ ടു എർത്ത് അല്ല, ഭയങ്കര അതേ പറഞ്ഞു. ഞങ്ങള് ഷൂട്ടിന്റെ ഇടയ്ക്ക് പിന്നെ ഒരാള് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമോ ചേട്ടനോട്? എന്താ ഫോട്ടോ എടുക്കാലോ, ഫോൺ വാങ്ങി എടുക്കലോ. പുള്ളിയുടെ ഫോൺ വാങ്ങി ഇതെടുത്തു, ഫോട്ടോ എടുത്തു. എന്നിട്ട് പുള്ളി ഒരു കാര്യം ചെയ്യാം, നമ്പർ പറയും,
ഞാൻ ഒരു ഹായ് വിടാം. ഏതോ ഒരാളാണ്, എന്നിട്ട് പുള്ളിയുടെ നമ്പർ വാങ്ങി വാട്സപ്പിൽ ഒരു ഹായ് വിട്ട്. ഒരു കാര്യമില്ല. അങ്ങനെ അതൊരു പഞ്ചപാവം കാര്യം പറയാലോ. അതുപോലെ ഒരു പഞ്ചപാവം. ഒരു അതായത് ഇപ്പൊ പറയുന്ന സത്യസന്ധമായിട്ട് വേണം, നല്ലൊരു സ്റ്റാർഡം ഉള്ള, ഒരു സ്റ്റാർ വാല്യൂ ഉള്ള, എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് ഷൈൻ ചേട്ടൻ. പക്ഷെ അതിന്റെ ഒരു തലക്കനോ ഒന്നുമില്ല. വന്നു കഴിഞ്ഞാൽ ഭയങ്കര കമ്പനി മൈൻഡിൽ സംസാരിക്കും. ഇനി പറഞ്ഞ ഇനിയും കയറി വരണം, ചേട്ടൻ ഇനിയും കയറി വരണം. തീർച്ചയായും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ വേറെ അതില് പിന്നെ ഒരു കൺട്രോളർ ഗിരീഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, രസമുള്ളൊരു പരിപാടി ആവുന്നു തോന്നുന്നു. നോക്കാം. അല്ല, സ്വാഭാവികമായിട്ട് ഈ ഒരു ഫീൽഡിന്റെ ഒരു പ്രത്യേകത ചവിട്ട്. ഞങ്ങളുടെ നാട്ടിൽ ചവിട്ട് എന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? ഒതുക്കുക, മൂലക്കിരുത്തുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട അവസരങ്ങൾ തട്ടിമാറ്റപ്പെടുക എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാതിരിക്കുകയല്ല, അത് സിനിമയിൽ സർവ്വസാധാരണ. മാത്രല്ല, സിനിമ മോഹിച്ച് നടക്കുന്നവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ കാര്യം. ഞാൻ സിനിമയിൽ എല്ലാരും ചാൻസ് അല്ലേ ചോദിക്കുക, ഞാൻ കാല് പിടിക്കുക. എനിക്ക് ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് എന്റെ വീട് താമസമൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്ത് നല്ല സാമ്പത്തിക ബാധ്യത. അപ്പം സിനിമകളും ഇല്ല, സ്റ്റേജും ഇല്ല, നമ്മളാകെ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥ, ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതേപോലെ ഞാനിങ്ങനെ ഒരുപാട് ആളുകളെ വിളിച്ച് ചാൻസ് ചോദിക്കും, സിനിമയിൽ എന്തെങ്കിലും വേഷം ഉണ്ടാവുമോ? അങ്ങനെ വേഷം നിങ്ങളൊക്കെ എങ്ങനെയാ, അപ്പം നിങ്ങൾക്ക് പറ്റിയൊരു പരിപാടി വരട്ടെ, അല്ലാതെ നിങ്ങളൊന്നും വെറുതെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ലല്ലോ, അതാണ് ചെറിയ സാധനമാണ് ഇതിനകത്തുള്ളത്. ഇതിങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടും അടുത്തൊരു ഡയലോഗാണ്. അങ്ങനെ ഞാൻ ഗതികെട്ട് ഞാനൊരു ദിവസം ഇതേ ഒരു സിനിമയിലുള്ള നമ്മളൊരു സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് അഭിനയിക്കണം എന്നില്ല, സിനിമയിൽ എന്തെങ്കിലും ഒരു ജോലി തരും, സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇതായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോ സിനിമയിൽ എന്തെങ്കിലും ഒരു ജോലി തന്നാ മതി. ഞാൻ ഉദ്ദേശിച്ച വല്ല AD ആയിട്ടോ അസോസിയേറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി വാങ്ങി തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഒരു കാര്യം ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു, ഇങ്ങനെ എറണാകുളത്തേക്ക് വരാൻ പറ്റുമോ? ഞാൻ പോയി. അപ്പൊ അന്ന് അവിടെ ഒരു പടത്തിന്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പം ഞാൻ പോയി, എന്നോട് ഡയറക്ടറൊക്കെ കണ്ടു, പറഞ്ഞതിലൊരു വേഷമുണ്ട്, നമുക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു. പിന്നെ അവരൊരു ഡേറ്റ് തന്നു, ഞാൻ പോയി അഭിനയിച്ചു. ഒരു 3-4 ദിവസം ആ സിനിമയിൽ അഭിനയിച്ചു. അപ്പൊ ആ സമയത്ത് നമ്മൾ നല്ല സാമ്പത്തിക ഞെരുക്കത്തിലെത്തുന്ന ഒരു സമയം. ഒരു 4 ദിവസത്തെ ഒരു വർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വലിയ കാര്യമാണ്. അപ്പോ ഈ പടമൊക്കെ കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരാഴ്ച കഴിഞ്ഞു, പേയ്മെന്റ് ഇല്ല. 2 ആഴ്ച കഴിഞ്ഞ് പേയ്മെന്റ് ഇല്ല. ഒരു മാസമായിട്ട് പേയ്മെന്റ് ഇല്ലാതായപ്പോ ഞാൻ ഇയാളെ വിളിച്ചു. അപ്പൊ ആളെ വിളിച്ചപ്പോ ആളെ ഭാഗത്തുനിന്നൊരു നല്ല പ്രോപ്പർ മറുപടി കിട്ടിയില്ല. അങ്ങനെ ഞാൻ പിന്നെ അതിന്റെ ഒരു ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ഒരാളെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ആ പടത്തിൽ ഇന്ന ക്യാരക്ടർ ചെയ്ത ആളാണ്, എനിക്ക് പേയ്മെന്റ് ഇതുവരെ വന്നില്ലായിരുന്നു. അപ്പൊ പറഞ്ഞാൽ ഞാനൊന്ന് നോക്കട്ടെ ചേട്ടാ, ഞാൻ നോക്കിയിട്ട് പറയാമെന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ എന്നെ തിരിച്ചു വിളിച്ച് പറഞ്ഞു, അത് നിങ്ങൾക്ക് പേയ്മെന്റ് തരണ്ടെന്നാണ് പറഞ്ഞത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, നിങ്ങൾ സിനിമയിൽ എന്തെങ്കിലും ഒരു പണി വാങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ഒന്നും അത് മുതലാക്കി. അങ്ങനെയുള്ള അനുഭവങ്ങളും സിനിമയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പാവട്ടോ. എങ്ങനെ ഒരു 10 പൈസ ലാഭിക്കാമെന്ന് നോക്കുന്ന അതെ. അതല്ല, ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. ഇതെനിക്ക് തോന്നുന്നത് കുറവാണ്. അല്ല, വേറെ എന്തെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ചാൻസ്, നമുക്ക് കിട്ടേണ്ട ഒരു ചാൻസ് തട്ടിയെടുക്കുകയോ അങ്ങനെ മാറ്റപ്പെടുകയോ ആരാന്നൊന്നും പറയണം, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായി? അല്ല, അതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് തന്നെ ഇവിടെ ചില നമ്മളെ പറഞ്ഞു വെച്ച പറഞ്ഞ് ഡേറ്റ്, എന്റെ കോസ്റ്റ്യൂമിന്റെ അളവ് വരെ എടുത്തിട്ട് പോയ സിനിമകളുണ്ട്. എന്നിട്ട് പിന്നെ ഇവര് സമയമായിട്ടും വിളിക്കാതെ ആകുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങോട്ട് വിളിക്കും. അപ്പൊ ചേട്ടാ, അത് പിന്നെ അത് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് വേറൊരാളെയാണ് കാസ്റ്റ് ചെയ്തത്, അത് നിങ്ങളെ എന്തോ ശരിയായില്ല എന്ന് തോന്നുന്നു. പിന്നീട് ഇതിന്റെ പിന്നാമ്പുറം അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ അറിയുക, അത് ചില ഇടപെടലുകൾ കൊണ്ട് മാറിപ്പെടുന്നു എന്നുള്ളത്, പുള്ളിനെ വിളിക്കണ്ട എന്നുള്ളൊരു ഇതിലേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ ചെയ്ത ആളുകളുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇതിനൊന്നും പ്രതികരിക്കാൻ പോകണ്ട, കിട്ടണ്ട, നമുക്ക് ദൈവം തീരുമാനിച്ചിട്ടുള്ളത് കിട്ടും. അതെ, ഓരോ അരിമണിയിൽ എഴുതി അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ്, ഇതാണ് ലൈഫ്. ലൈഫ് എന്താ രാഷ്ട്രീയം ഉണ്ടോ?
രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമുണ്ട്. ഏതാണ് രാഷ്ട്രീയം? രാഷ്ട്രീയം ഞാൻ ഇടതുപക്ഷക്കാരനാണ്. ഇടതുപക്ഷക്കാരനാണ്. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മളെ ഒരു കലാകാരൻ എന്ന നിലയിൽ ആളുകൾക്ക് എപ്പോഴും ഇഷ്ടമാണ്, കലാകാരന്മാരെ ഇഷ്ടം. അതെ അതെ അതെ. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരെ ആ പാർട്ടിക്കാർക്ക് മാത്രമേ ഇഷ്ടാവുള്ളൂ, എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. അതുമായിട്ട് ഇടതുപക്ഷക്കാരനാണ്. ഇടതുപക്ഷക്കാരൻ, ശക്തമായ ഇടതുപക്ഷക്കാരനാണ്. അതെ അതെ അതെ. ഞാൻ SFIയിലായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. ഫൈൻ ആർട്സ് സെക്രട്ടറി ആയിട്ടുണ്ട്, പിന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. അപ്പം SFIയിലൂടെയാണ് മത്സരം. ഇപ്പം നമ്മുടെ തിരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ മത്സരിക്കാനൊക്കെ ഉള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കായിരുന്നു. എന്തെങ്കിലുമൊക്കെ ക്ഷണമോ എനിക്ക് ആശംസ വീഡിയോകൾ പറയാൻ വേണ്ടിട്ട് കുറെ ആളുകൾ വിളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വോട്ട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അതിനോട് എനിക്ക് താല്പര്യമില്ല. ആരെയും വെറുപ്പിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? കാര്യം അതിപ്പോ ഞാൻ ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവർ എന്റെ ശത്രു. എന്തിനാ വെറുതെ ഞാൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിലവിൽ നമ്മുടെ കോഴിക്കോടിന്റെ സാഹചര്യത്തിൽ BJPക്ക് ഇവിടെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? അങ്ങനെ ഒരു സാധ്യത ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ഇതുവരെയുള്ള ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഇടതുപക്ഷമാണല്ലോ. ഇടതുപക്ഷവും കോൺഗ്രസും ആണല്ലോ. പക്ഷെ ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് രണ്ടാം മുന്നണിയായിട്ട് ഇവര് പയ്യെ മാറും എന്നുള്ളൊരു ഇതാണ്. കോൺഗ്രസിനെ തട്ടിമാറ്റി അവിടേക്ക് പ്രതിഷ്ഠിക്കപ്പെടും എന്നാണ് പറയുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്തായാലും രാഷ്ട്രീയമൊക്കെ കൃത്യമായിട്ട് നോക്കി കാണുന്ന ആളല്ലേ. രാഷ്ട്രീയം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും കലാകാരനായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയന്റെ ഒരു മേഖല അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ അന്വേഷിച്ച് പോകാറില്ല. എന്തെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഫോണിലോ റീൽസിലോ ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ പേപ്പറിൽ വരുന്ന എന്തെങ്കിലും തലക്കെട്ടുകൾ വായിക്കാന്നല്ലാതെ കൂടുതൽ രാഷ്ട്രീയപരമായിട്ടുള്ള പരിപാടികളിലേക്ക് എന്താണെങ്കിലും വർഗീയതയോട് നമുക്ക് സന്ധിയില്ല. അത് തീർച്ചയായിട്ടും ഇല്ല. നമുക്ക് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം. അതേ നമുക്കുള്ളൂ അല്ലെ. മതം എന്നൊക്കെ പറയുന്നത് നമ്മളൊരു വിശ്വാസമല്ലേ. അതെ, അത് നമ്മളുടെ ഉള്ളിൽ കിടക്കുക. മറ്റൊരുത്തിന്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നിടത്ത് നിങ്ങളെ ഇഷ്ടം, നിങ്ങളെ ലൈഫ്, നിങ്ങൾ ഈ ഭൂമി ജനിച്ചത് നിങ്ങളുടെ ആഗ്രഹങ്ങളോടുകൂടെ ജീവിച്ചു മരിക്കാനാണ്. അതിന് ഞാൻ പറയണത്, ഞാൻ എന്റെ വഴിക്ക് ഞാൻ ചിന്തിക്കുന്ന പോലെ നീ ചിന്തിക്കണം എന്ന് പറയുന്നത് ശരിയല്ല അല്ലേ. അതൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അതൊരു ശരിയായ പരിപാടിയായിട്ട് തോന്നുന്നു. കറക്റ്റ് കാര്യമാണ്. അതാണ്. അപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നതോടൊപ്പം എന്താണ് നമുക്കൊരു 2 ആർട്ടിസ്റ്റിനെങ്കിലും നമ്മുടെ ഒരു 2 മിമിക്രിയും കൂടി എടുത്ത് നമുക്ക് അത്, കാരണം നിങ്ങളിൽ നിന്ന് അതും കൂടി കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രേക്ഷകർ അത് അംഗീകരിക്കില്ല, ഈ ഇന്റർവ്യൂവിനെ അംഗീകരിക്കില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. അതെ. ഞാൻ സ്റ്റേജിൽ ചെയ്യുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മുടെ ബാബുരാജ് എനിക്ക് തോന്നുന്നു ഞാൻ പിന്നെ സാൾട്ട് ആൻഡ് പെപ്പർ ഇറങ്ങിയ ആ സമയം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അധികം ആരും അനുകരിച്ച് തുടങ്ങാത്തൊരു സമയത്ത് ചെയ്തു തുടങ്ങിയാണ്. ഇപ്പൊ കുറെ ആയിട്ട് പ്രാക്ടീസ് ഒന്നുമില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ഇപ്പൊ കൊള്ളയിലും. ഓക്കെ, അപ്പൊ ബാബുയുടെ വോയിസ് ഒന്ന് ഞാൻ നമ്മുടെ SBIയിലെ മേനോ സാറിന്റെ വീട്ടിലായിരുന്നല്ലോ ആദ്യം. മേനോ സാറിന്റെ മകളെ കാളിദാസൻ സാറ് വീണാണ വന്നു. നമ്മുടെ കാളിദാസൻ സാറ് മെനഞ്ഞാന്ന് സാറ് വരുമെന്ന് കരുതി നല്ല പുളിയിലിട്ട ചുട്ടമീൻ, ഇന്നലെ നാടൻ കോഴിക്കറി ഒക്കെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് എന്തുട്ടാ ഒക്കെ ഞാൻ തന്നെ തിന്നുള്ളൂ. ഒന്ന് വിളിക്കാനായിട്ട് സാറിന് ഒരു മൊബൈൽ വാങ്ങിയാലെന്താ? അല്ലെങ്കിലും കുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലല്ല. ശശിയേട്ടാ 2 രാധാസ്. സാധനം. അടുത്ത നെക്സ്റ്റ് ദുൽഖറിന്റെ വോയിസ് നമ്മളെ കോഴിക്കോടിന്റെ തന്നെ പശ്ചാത്തലത്തിൽ വന്ന ഉസ്താദ് ഹോട്ടൽ. നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞു അല്ലേ പാസ്പോർട്ട് മാതിരി ഈ സിറ്റിയിൽ എല്ലാവർക്കും നിങ്ങളുടെ വഴിയാണ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ടും കലാശത്തില് അതെന്തിപ്പോ അങ്ങനെ ഉമ്മർക്കടമുണ്ട് കോളേജ് ഫീസ്, ഇല്ലെങ്കിൽ ആമിനത്തടമുണ്ട് നിക്കാഹ്, അങ്ങനെയൊക്കെയാ നിങ്ങൾ ഈ കരാർത്തുന്നത്. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കാര്യങ്ങളൊക്കെ അല്ലാണ്ട് ഒരു ബിസിനസ് ആയിട്ടൊന്നുമില്ല. ഓ കല്ലുമ്മക്കായി യു ഗൈസ് ആർ പാർട്ട് ഓഫ് എ ബാൻഡ്. തകർത്ത് ഇത് മറ്റാണോ പ്രോത്സാഹിപ്പിച്ച് കുഴിച്ചടിക്കാണോ? അല്ല കറക്റ്റ് സാധനമായിരുന്നു. അല്ല ഞാൻ കൊള്ളില്ലെങ്കിൽ അത് എത്ര ഇങ്ങോട്ട് എത്തിട്ടില്ല കേട്ടോ എന്ന് ഞാൻ പറഞ്ഞേരെ. കറക്റ്റ്. ഒരെണ്ണം കൂടി അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരൊറ്റ സാധനം കൂടി വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ലാലേട്ടന്റെ
വോയിസ് പലരും വേറെ രീതി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ലാലേട്ടൻ്റെ ഒരു ടോണാണ്, മദ്യപിച്ചു കഴിഞ്ഞാൽ ലാലേട്ടന്റെ വേറൊരു വേരിയേഷൻ. ചിത്രം എന്ന് പറഞ്ഞ സിനിമയിലെ മദ്യപിച്ചിട്ടുള്ള ഒരു സാധനം. മൈ ഡിയർ കല്യാണി, എൻ്റെ കല്യാണിക്കുട്ടി, കുടുംബത്തിൽ കിടന്നുറങ്ങേണ്ട നിനക്ക് ഈ തറ പറ്റിയതല്ല. ഞാനാണ് തറയെ കിടക്കേണ്ടവൻ, ഞാനാണ് തറ. എൻ്റെ ഹൃദയത്തിലെ സ്നേഹപ്പൂക്കളെ മുഴുവൻ വാരിക്കളഞ്ഞ മഹാറാണി, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ മെത്ത ഒഴിച്ചതേന്ന്. You're the light of my loneliness, love of my heart, you're my desert, one of my song, one of my king, and I love you, കല്യാണി. ആ ബീജം ഇട്ട് കൊടുക്കണേ. തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കും. ഓക്കെ. അപ്പോൾ എന്താണേലും ഈ സമയമില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഇത്തരം സമയം മാറ്റിവെച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രദീപേട്ടന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന വിജയം നേടാനാവട്ടെ, ആഗ്രഹിച്ചതിനേക്കാൾ വലിയ വലിയ റോളുകൾ കിട്ടട്ടെ. ഏറ്റവും മനോഹരമായി ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫിലിം അവാർഡ് വേദിയിൽ ഒരു അവാർഡ് മേടിച്ചുകൊണ്ട്, മികച്ച എൻ്റർടൈനർ അവാർഡ് മേടിച്ചുകൊണ്ട് ആ ഫലകമായിട്ട് നിൽക്കുന്ന പ്രദീപേട്ടനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അങ്ങനെ ആവട്ടെ. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം ഇനിയിപ്പോൾ വരുന്ന 2026 ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു വർഷമാണ്. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡെർബി ഇറങ്ങാനുണ്ട്. പിന്നെ അതേപോലെ ഇപ്പൊ നമ്മൾ ഹരീഷ് പേരടി നായകനായി പ്രൊഡ്യൂസ് ചെയ്യുന്ന മധുരക്കണക്ക് അതിപ്പോ December 4 റിലീസാണ്. അതുപോലെ തന്നെ സമരസ എന്ന് പറഞ്ഞിട്ട് ഒരു പടം, ഞാൻ സെൻട്രൽ ക്യാരക്ടർ ചെയ്തൊരു പരിപാടി, വലിയ പരിപാടി അല്ലെങ്കിലും അതിലൊരു ഒരു ക്യാരക്ടർ ഉണ്ട്. അത് ബാബുരാജ് ഭക്തപ്രിയ എന്ന് പറയുന്ന അതിന്റെ ഡയറക്ടർ. അപ്പൊ ആ പടം ഇറങ്ങാനുണ്ട്. പിന്നെ ടിക്കി ടാക്ക എന്ന് പറഞ്ഞ നമ്മളെ ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഭയങ്കര പ്രതീക്ഷകളാണ്. നമുക്കും മലയാളികൾക്കും ഒരേ സ്വരത്തിൽ പറയാൻ അതേ ഉള്ളൂ, അടിച്ച് കേറി വാ. തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ. പക്ഷെ വേറൊരു കാര്യം കൂടെ, ഞാൻ ഇതിനൊക്കെ കടപ്പെട്ടിരിക്കുന്ന എന്റെ ഫാമിലിയോടാണ്, എന്റെ വൈഫ് ഉൾപ്പെടെ. അതെന്ത് പറഞ്ഞാലും ആ ഒരു എന്താ സങ്കടകരമായ അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. അതല്ല, അത് പറയാതെ പോകുന്നത് ശരിയല്ല. കാര്യം എൻ്റെ വൈഫായാലും എൻ്റെ മക്കളായാലും പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് കാണാൻ ഭാഗ്യമില്ലാതെ പോയ 1-2 ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സഹോദരി, അമ്മ, എൻ്റെ അച്ഛൻ മരിച്ചു. അത് ഈ അടുത്താണോ അതോ? അല്ല, അത് ഞാൻ പിന്നെ ജോലിയൊക്കെ കിട്ടിയൊരു എൻ്റെ ആദ്യത്തെ കുഞ്ഞുണ്ടാവുന്നതിന് തൊട്ട് മുമ്പാണ്. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ സംഭവിച്ചു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷമം. നമ്മൾ ഒരു പൊസിഷനിൽ എത്തിയിട്ട് അത് അവരെ കാണിക്കാന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, ഹാപ്പി ആയിരിക്കട്ടെ. ബിരിയാണി കഴിക്കാൻ വരിക അവിടെ, മറക്കണ്ട. തീർച്ചയായിട്ടും. അപ്പോ ആ കോഴിക്കോടിന്റെ സ്നേഹം എന്നും ഹൃദയത്തിലുണ്ടാവട്ടെ. ഏറ്റവും നല്ല രീതിയിൽ ഉന്നത വിജയം നേടാൻ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. അങ്ങനെ ആവട്ടെ. അതെ.